ഈ സിറ്റിക്ക് നടക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം പറയത്തില്ല കേട്ടോ. വേറെ ഏതോ രാജ്യത്ത് പോയൊരു ഫീല്, ഒരു ഊട്ടിയിലൊക്കെ പോയൊരു ഫീല്. ഊട്ടിയാണോ വേറെ രാജ്യം? വേറെ രാജ്യമല്ല, അതോട്. സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ ഗംഭീര സ്ഥലം കേട്ടോ, ഒന്നും പറയാനില്ല. എന്നാലും ചോക്കിയേ, കൊച്ചു സിറ്റിയുടെ നടുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം വേറെ ഉണ്ടാവൂ? അതുണ്ടാവില്ല. അതാണ്, അതുകൊണ്ടായിരുന്നു നമുക്ക് ഭയങ്കര ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ വീടും അടുത്തുള്ള കുറച്ച് സ്ഥലമൊക്കെ വാങ്ങണമെന്ന്. അങ്ങനെ കാത്തിരുന്ന് അവസാനം വീട് വാങ്ങി. ഭയങ്കര ഹാപ്പി. അടിപൊളി. ശിവ, ഞാനേ ഒരു 2-3 കൊല്ലം ഉഴപ്പിക്കളഞ്ഞു. ഇനി മര്യാദക്ക് പഠിച്ച് പാസ്സായാലോ എന്നുള്ള പ്ലാനില്ല. നല്ല പ്ലാനാത്. ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ആയ കാലത്ത് പഠിച്ചിരുന്നെങ്കിലേ ഇപ്പൊ ഒരു ജോലി ആവേണ്ട സമയമായി. വലിയ ഉഴപ്പില്ല കേട്ടോ, നന്നായിട്ട് പഠിക്കേ. നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. നീ ഇവിടെ എല്ലാവരുടെയും കാര്യം അന്വേഷിച്ചിട്ട് നിനക്ക് നിന്റെ കാര്യം നോക്കാൻ സമയമില്ല ഇപ്പൊ. എന്റെ പൊന്ന്, ആവശ്യമാണെന്ന് വിളിച്ചു പറയല്ലേ. വീട്ടിലെങ്ങാനും പോയത് പറഞ്ഞാണ്ടല്ലോ, കേശു കേട്ടാ മതി, തീർന്ന്. പിന്നെ പഠിക്കുന്നില്ല, ഉഴപ്പാണോ അതെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അങ്ങോട്ട്. പിന്നെ നാളെ രാവിലെ തന്നെ പോണോട്ടോ, ലേറ്റ് ആകല്ലേ? ഓ നാളെ കാലത്ത് തന്നെ പോണം എന്തായാലും. ഇത് പെട്ടെന്ന് സമയം പോയത്, വന്നതേ ഓർക്കണുള്ളൂ. എന്ത് കഷ്ടമാണ് ദൈവമേ ഇത്. ഇയാളെന്ന് മാനത്തോത് പൊട്ടി വീണ ഇപ്പാ. ഇവിടെ നോക്കിയാലും താനാണല്ലോ. തന്നെ അറിയണ്ട, ശിവാനിക്ക് അറിയാലോ ഞാൻ എവിടെ എപ്പോ എങ്ങനെ വേണമെങ്കിലും വരും. നിനക്ക് എന്താടാ, നീ എല്ലായിടത്തും ഒളിച്ചിട്ടുണ്ടല്ലോ. ഞാനാ വിളിച്ചിരുന്നത്. ഞാൻ ശിവാനി വീട്ടിൽ വന്നപ്പോ നീ അല്ല അവിടെ അങ്ങനെ വിളിച്ചിരുന്നത്. ഒളിച്ചിരുന്നാ നീ വന്നതിനെ അറിഞ്ഞിട്ട് കൂടിയില്ല. അറിഞ്ഞിട്ടില്ലേ? എന്റെ സ്വഭാവം നിനക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എന്റെ സ്വഭാവം ഇവിടുത്തെ പട്ടിക്കും അല്ലെ എന്റെ സ്വഭാവം നിനക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, അത് മതി. നിന്നെ പറ്റി അറിഞ്ഞിടത്തോളം എനിക്ക് മതി. നീ മര്യാദ കടയെ നോക്കിയിരുന്നോളല്ലോ. കടയെന്നാ? അത് എന്റെ മൊബൈൽ ഹബ്ബാണ്. മൊബൈൽ ഹബ്ബ്. എന്ത് മൊബൈൽ ഹബ്ബ്? കുഴപ്പമുണ്ട്. മൊബൈൽ ഹബ്ബ് എന്ന് പറഞ്ഞാൽ മതി പറയണമെങ്കിൽ. അതെ, എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. എന്റെ കടയോ എന്റെ ശിവാനിയെ അപമാനിച്ചാലും ഞാൻ സഹിക്കൂല. അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എന്റെ ശിവാനിയും ശിവാനിയും മൊബൈൽ കട എനിക്ക് ഒരേ പോലെയാണെന്ന് പറഞ്ഞു വരായിരുന്നു. അത്രേ ഉള്ളൂ. ഇല്ല, എനിക്ക് അത്ര നിന്റെ ഫോം പിടിക്കണില്ല കേട്ടാ. ശിവാനി വീട്ടിൽ പോയി. എനിക്ക് ഇവന്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് ഇവന്റെ അടുത്ത് ഒറ്റയ്ക്ക് സംസാരിക്കാണ്ടെന്ന്. നമ്മുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റ് ആണ്, ചുമ്മാ അലമ്പാക്കാൻ നിൽക്കല്ലേ. ഗസ്റ്റാ? ഗസ്റ്റ് ഇന്ന് 2 കാലും കുത്തി വീട്ടിലോട്ട് എത്തുമെന്ന് എന്താ ഉറപ്പ്? ഞാനത് വിട്ടിട്ട് വേണ്ടേ? ഇവനോട് മലയാള ഭാഷയെ പറഞ്ഞതാ വിട്ടു പോവാൻ. കേൾക്കണില്ല. ശിവാനി കുറച്ചുകൂട്ട് മാറിക്ക്, ഞാൻ സംസാരിക്കട്ടെ അവനോട്. മാറിക്ക് ശിവാനി, ചോരപ്പുഴ ഒഴുകൂടെ. നിന്നോട് മലയാള ഭാഷ ഞാൻ പറഞ്ഞല്ലടാ. ഇന്ന് 1/2 മണിക്കൂറിനകത്ത് ഇവിടെ നിന്ന് വിട്ടോണം, കേട്ടല്ല? ഓഹോ, അപ്പൊ ഏതാണ്ടൊക്കെ അറിയാം അല്ലേ ശിവാനി? ഷിബു റോക്സിന്റെ അടുത്താ കളി. അപ്പൊ ഇങ്ങനെ ഒരു കൈ നോക്കാം. പേടിച്ചു പോണ പുറകോട്ടെ. കണ്ണോട് നോക്കുന്നേ ശിവ. ഇവൻ ഇന്നും അടി കൊണ്ടാ കൊണ്ടെന്നാണ് ശിവ. ആരാ തല്ലിയേ? ഓ ചവിട്ടിട്ടേച്ചി. തീർന്നോ? എന്താണ് നിന്ന് ചെണ്ടോട്ടാണ്. എടുക്കല്ലേ, ഞാൻ ഒന്ന് കിടന്ന് കണ്ടോട്ടെ. കിടത്തി കാണിക്കാം. പാലെടുക്കാൻ കൊണ്ടുവരണോ? കുലിക്കാണ്ട് കൊണ്ടുപോ.
പറയുമ്പോഴേ ആള് മര്യാദ ആളാണ് കേട്ടോ. പുള്ളിയെ അടിച്ചിട്ടിട്ട് പുള്ളിയെ എടുത്തോണ്ട് പോണണ്ടല്ലേ. നീ വന്നേ, നീ വന്നി. അളിയാ എങ്ങോട്ടാ വേറെ